കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ ട്രിവാൻഡ്രം റോയൽസിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചെങ്കിലും സെഞ്ചുറി പ്രകടനവുമായി ആരാധകർക്ക് ആശ്വാസമേകി ടീം നായകൻ കൃഷ്ണപ്രസാദ്. തൃശൂർ ടൈറ്റൻസിനെതിരായ മത്സരത്തിലായിരുന്നു ക്യാപ്റ്റന്റെ റോളിൽ കെപിയുടെ ഇന്നിംഗ്സ്. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിനെതിരെ ഒരു വിജയം സ്വന്തമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു സെഞ്ചുറി നേടിയ ട്രിവാൻഡ്രം റോയൽസിന്റെ നായകൻ കൃഷ്ണപ്രസാദാണ് നമ്മോടൊപ്പം ഉള്ളത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കൃഷ്ണപ്രസാദ് ഇന്ന് നേടിയ സെഞ്ചുറിയോടുകൂടി റൺ വേട്ടക്കാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും എന്തായാലും ഇന്നത്തെ സെഞ്ചുറി കൃഷ്ണപ്രസാദിനെ സഹായിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു സെഞ്ചുറി പ്രകടനം തീർച്ചയായും സന്തോഷമുണ്ട്. ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ലേറ്റായി പോയി. നമുക്ക് ആ ഒരു 2-3 മാച്ചസിന് മുന്നേ ആ ഒരു ഇന്നിങ്സ് വന്നിരുന്നെങ്കിൽ, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആ ഒരു ടോപ്പ് 4 ഒരാൾ ആ ഒരു ബാറ്റ് ക്യാരി ചെയ്യുക, ഒരു 18 ഓവേഴ്സ് അല്ലെങ്കിൽ 20 ഓവേഴ്സിൽ വരിക, ബാക്കി ടീം കൂടെ ഫിനിഷ് ചെയ്യുക. ഇന്ന് അതെല്ലാം ഒരുമിച്ച് വന്നു. പവർ പ്ലേ ബേസിൽ തമ്പി പറഞ്ഞ ആ ഒരു സ്പെല്ല്, ഡെത്തിൽ ആസിഫറിന്, ഇന്നെല്ലാം കൂടെ നമുക്ക് ആ ഒരുമിച്ച് കിട്ടിയൊരു ദിവസമായിരുന്നു. നമ്മളല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എവിടെയെങ്കിലും ഒരു ഫോൾട്ട്, ആ ഒരു ചെറിയ മിസ്റ്റേക്സിലൂടെ നമുക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നൊരു ദിവസമാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ബോയ്സ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരുന്ന എല്ലാ കാര്യവും. ബോയ്സ് ഇത്രയും തോൽവിക്കുള്ളും അവർ പോസിറ്റീവായിട്ടിരുന്നു. ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ടീം മാനേജ്മെൻറ്റ് തന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമുക്ക് ആ ഒരു ചെയ്യാൻ പറ്റിയത്. സോ തീർച്ചയായും സന്തോഷമുണ്ട്. അതുപോലെ പല മത്സരങ്ങളിലും ലെക്ക് വലിയൊരു ഫാക്ടറായിരുന്നു. കാരണം അവസാന പന്ത് വരെയൊക്കെ എത്തിയതിന് ശേഷമാണ് പല മത്സരങ്ങളും കൈവിട്ടതെന്ന് പറയാം. പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മാച്ച് സംഭവിച്ചത്, നമുക്ക് പ്രതികൂലമായിട്ട് സംഭവിച്ചത്. ക്യാച്ചസ് നമുക്ക് ഒരു മാച്ചിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന സംഭവിച്ച പോലെ നമുക്കും ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ബോളുകൾ നോ ബോൾ ആവുന്നതും, അല്ലെങ്കിൽ 2 ഓവേഴ്സ് ഒരു 40 റൺസ് അല്ലെങ്കിൽ മാക്സിമം ഒരു 45-50 റൺസ് വരെ പോകുന്ന ഒരു സാധനം, 70 റൺസൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു വേൾഡ് റെക്കോർഡാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അത്രയും 18 ഓവേഴ്സ് വരെ പിടിച്ചിട്ട് അങ്ങനെ ഒരു മാച്ച് തോക്കുക. പിന്നെ ഒരു 6 ഓവേഴ്സ് 90 റൺസ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക. നമുക്ക് അബ്ദുൽ ബാസിത്ത് നമുക്കറിയാം എത്ര നമ്മുടെ ടീമിലല്ല കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിനിഷറാണ്. നമുക്ക് ആ ഒരു ഐ പി എല്ലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനിഷർ ബാസിൻ്റെ ബാറ്റിൽ നിന്ന് വന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പം ഇപ്പം നമ്മുടെ ടോപ്പ് 4 ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇന്നിങ്സ് വന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു 2-3 മാച്ചസ് നമുക്കൊരു മിസ്സായിപ്പോയി. ആ ഒരു ചെറിയൊരു വ്യത്യാസത്തിലാണ് സംഭവം മിസ്സായിപ്പോയത്. പക്ഷേ തീർച്ചയായും ഒരു സന്തോഷമുണ്ട്, ഒരു വിൻ കിട്ടി. നമുക്ക് ആ ഒരു ലാസ്റ്റ് 3 മാച്ചസ് നമ്മൾ കഴിഞ്ഞ മാച്ച് കൂടി ചേർത്ത് ഒരു 3 മാച്ച് നമുക്ക് വിൻ ചെയ്ത് പുറത്ത് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. സോ ഹോപ്പ്ഫുള്ളി നാളെയും നമുക്ക് ആ ഒരു എൻജോയ് ചെയ്ത് കളിക്കാവുന്നൊരു ഇതാണ് നമുക്ക് അറ്റ്മോസ്ഫിയർ. അപ്പം ഗോവിന്ദപ്പയുടെ ഒരു പരിക്ക് അത് വലിയ രീതിയിൽ ടോപ്പ് ഓർഡറിൽ ഒന്ന് അഫക്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും അവൻ ആ ഒരു നല്ലൊരു ഇന്നിങ്സ് തൃശ്ശൂരിനെതിരെ അന്ന് കാഴ്ചവെച്ചതിന് ശേഷം വെരി നെക്സ്റ്റ് മാച്ചാണ് ആ ഒരു ഇഞ്ചുറി വന്നു പോയത്. വളരെ ടാലൻറ്റഡ്, എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അപ്പം ഒരു പ്രോമിസിങ് യങ്സ്റ്ററാണ് ഗോവിന്ദ്. പക്ഷേ നമുക്ക് വിശ്വാജ് വന്ന് ലാസ്റ്റ് മാച്ച് നമുക്ക് വിശ്വാജിന് ഒരു നല്ല സ്റ്റാർട്ട് വരാൻ സാധിച്ചു. ഒരു 6 ഓവേഴ്സ് നമുക്ക് 60 റൺസ്. സോ അത് മേക്കപ്പായി. നമുക്ക് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ്, ഞാൻ പറഞ്ഞില്ല, ആ ഒരു വളരെ ക്ലോസ് ആയിട്ട് പോയ ഒരു 4-5 മാച്ചസിൽ ഒരു റിസൾട്ട് നമ്മുടെ ഇതിലേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു മൊമെൻറ്റും അല്ലെങ്കിൽ എല്ലാം ഒരുപക്ഷെ മാറിയാണ്. നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം. നമുക്കൊരു എക്സ്ക്യൂസ് പറയാനോ നമുക്ക് ഒന്നിനും സമയമില്ല. ഇത് നമുക്ക് മുന്നോട്ട് പോകാന്നേ ഉള്ളൂ ക്രിക്കറ്റിൽ, ഏത് സ്പോർട്ടായാലും. എന്തായാലും ഈ വിജയം അത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ, ഈ നിർഭാഗ്യങ്ങൾ പല മത്സരങ്ങളിലും തോൽവിയിലേക്ക് നയിച്ചപ്പോഴും ഇന്ന് അതെല്ലാം ഈ ലെഗ് ഫാക്ടർ അനുകൂലമായി എന്നാണ് നായകൻ പറയുന്നത്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽകുമാർ, ജനം.